നമസ്കാരം. ലക്ഷ്യത്തിലെത്താൻ കഠിനമായി പരിശ്രമിക്കുന്ന സ്ത്രീ രത്നങ്ങളുടെ സ്വന്തം വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഏട്ടനും സേതുലക്ഷ്മി അമ്മയും ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങളും റെഡി ആയിരിക്കും. രണ്ടുപേരും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സേതുലക്ഷ്മി അമ്മയ്ക്കും സുരേഷ് ഏട്ടനും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും കുറേ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഇപ്പൊ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ മക്കളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്മി ചേച്ചിനെയും കുട്ടേട്ടനെ കുറിച്ചിട്ട്. ഇപ്പൊ കുട്ടേട്ടൻ്റെ ഇപ്പോഴത്തെ വിശേഷം എന്താണ്? ആൾക്ക് സുഖമായിട്ട് ഇരിക്കുന്നോ? സർജറി ഒക്കെ കഴിഞ്ഞു? നന്നായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു, നന്നായിരുന്നു. ക്രിയാറ്റിൻ്റെ ഒക്കെ കുറഞ്ഞ് അവൻ ഇങ്ങനെ വർക്കിനൊക്കെ പോയി തുടങ്ങി. ഈ നിങ്ങൾ ഒരുമിച്ച് ഒരു നാടകം ചെയ്തു ചിന്നപ്പാപ്പ എന്ന് പറഞ്ഞിട്ട്, അതായത് അമ്മ കുട്ടേട്ടന്റെ മകളായിട്ടും കുട്ടേട്ടൻ അച്ഛനുമായിട്ടും, അതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നില്ലേ? അതിനൊരു 32 വയസ്സ് വരും, 30 വയസ്സൊക്കെ വരത്തുള്ളൂ. ഒരുപാട് സ്റ്റേജിൽ ചെയ്തു ആ നാടകം അല്ലേ? ഭയങ്കര ഹിറ്റ് ആയിട്ടൊരു നാടകം. ഒത്തിരി ഗൾഫിലൊക്കെ കളിച്ചു. അതിന് ഒരുപാട് അവാർഡ്സ് നിങ്ങൾക്ക് കിട്ടി, സംസ്ഥാന അവാർഡുകൾ അല്ലേ? എത്രണ്ണം കിട്ടി കാണും? ഇത് മറ്റുള്ള അവാർഡുകൾ എവിടെ പോയാലും അന്നൊക്കെ ഇഷ്ടം പോലെ ഈ മത്സരങ്ങളുണ്ട്. ഇപ്പോഴാണ് മത്സരങ്ങൾ പോലത്തെ. അങ്ങനെ ആ പോയ സ്ഥലത്ത് എല്ലാത്തിനും ഒരു 4-5 അവാർഡുകൾ ഞങ്ങൾ വാങ്ങിക്കും. മത്സരത്തിന് പോയപ്പോഴും സ്റ്റേറ്റ് അവാർഡ് 1, 2, 3, 4, 5, 6 കിട്ടി. മനസ്സിലായി. ചേട്ടന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, അതും നമുക്കൊന്ന് വേണ്ടി പാടിത്തരുമോ? പുതിയൊരു പാട്ടല്ല ഞാൻ, പക്ഷേ ഇത് അങ്ങനെ ആർക്കും അങ്ങനെ അധികം പാടാറില്ല. പിന്നെ ഇത് സ്ത്രീകളുടെ ഒരു ഷോ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് കരുതി കൊണ്ടുവന്ന. ഓക്കെ, എന്നാ അത് പാടാം. തന്താനെ താനാനേ താനാനെ താനാനേ തന്താനെ താനാനെ താനേ താനേ തന്താനെ താനാനെ താനേ. കണ്ണെറിയും വിളക്കുമട ചൊട്ടിലിരുളേറും നേരം വഞ്ചിപ്പാട്ടൊഴുകിയ കാറ്റിൽ കേട്ടു ഞാനൊരു തരിവളക്കിലുക്കം. എങ്ങാണാ കിലുക്കമെന്നങ്ങു നോക്കുമ്പോൾ സുന്ദരിയരയെത്തിയൊരുത്തി തീരത്തിലരയുന്ന ഭ്രാന്തിയൊരുത്തി. തന്താനെ താനാനേ താനാനെ താനാനേ തന്താനെ താനാനെ താനേ താനേ തന്താനെ താനാനെ താനേ. വൈകാതറിഞ്ഞു ഞാൻ കണ്ണീർ കഥയവളുടെ അരയനെ കടലമ്മയെടുത്തേ. കല്യാണം കൂടിയിട്ടാം പക്കത്തിൽ അവനങ്ങ് വഞ്ചിയുമായിട്ടൊറ്റ ചാഴിയിൽ പോയതാണ്. പെണ്ണവൾ പിഴച്ചതാണേ ചെക്കൻ്റെ കാലക്കേട്. മളോർക്കു ചിരിക്കാനായി എന്തേലും ഇനി വേണു. പെണ്ണവൾ കരഞ്ഞില്ല, കണ്ണൊട്ടും നനഞ്ഞില്ല. ചങ്കൂതകർന്നങ്ങ് കൂരയിൽ കിടപ്പായി. കണ്ണെറിയും വിളക്കുമട ചൊട്ടിലിരുളേറും നേരം വഞ്ചിപ്പാട്ടൊഴുകിയ കാറ്റിൽ കേട്ടു ഞാനൊരു തരിവളക്കിലുക്കം. നാലഞ്ചു പക്കം കഴിഞ്ഞുച്ചവയിൽ മൂക്കുമ്പോൾ പെണ്ണവൾ പൊട്ടിക്കരഞ്ഞേ. കരഞ്ഞതു മരയാത്തി പൊട്ടിയങ്ങു ചിരിച്ചേ. ചിരിച്ചതു മരയാത്തി തീരത്തേക്ക് പൂതിച്ചേ. തിരകളെ നോക്കി ചിരിയോടെ ചൊല്ലി, പിഴച്ചത് ഞാനല്ല എന്നമ്മേ പൊന്നമ്മേ. ചതിച്ചത് നീയല്ലേ എന്നമ്മേ കടലമ്മേ, എന്നെയും കൂടൊന്നു കൊണ്ടങ്ങു പോകേണി.
കണ്ണെറിയും വിളക്കുമാട ചുട്ടിലിരുളേറും നേരം വഞ്ചിപ്പാട്ടൊഴുകിയ കാറ്റിൽ കേട്ടു ഞാനൊരു തരി വെള്ളക്കിലുക്കം. എങ്ങാണാ കിലുക്കമെന്നു നോക്കുമ്പോൾ സുന്ദരി അരയെത്തിയൊരുത്തി തീരത്തിലലയുന്ന ഭ്രാന്തിയൊരുത്തി. തന്താനെ താനാനേ താനാനെ താനാനേ തന്താനെ താനാനെ താനേ താനേ തന്താനെ താനാനെ താനേ. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ചടപടായ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഈ ചോദ്യം ചോദിച്ചോ? രണ്ടുപേർക്കും ചോദ്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് സുരേഷ് ഏട്ടൻ, ചെറുപ്പത്തിലെ സുരേഷ് ഏട്ടൻ കഴിച്ചിരുന്ന 5 മിഠായികളുടെ പേര് പറയാൻ പറ്റുമോ? ചൗമിഠായി. ചൗമിഠായി, പിന്നെ പേരീസ്. പേരീസ്, പച്ച കളറിൽ. പേരീസ്. നാരങ്ങ മുട്ടായി. നാരങ്ങ മുട്ടായി ഉണ്ട്. പിന്നെ ജീരക മുട്ടായി, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ജീരകമാണെന്ന് തോന്നുന്നു. വേറെ ഷേപ്പിലാക്കി എന്നാലും ഉണ്ട്. ജീരക മുട്ടായി. പിന്നെ തേങ്ങാ മുട്ടായി. തേങ്ങാ മുട്ടായി. ശരി. ചെറുപ്പകാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന 5 നടിമാർ? ഒന്ന് ശ്രീമാമ, ഷീല അമ്മ, പിന്നെ സാരദ അമ്മച്ചി, ലക്ഷ്മി, കവിയൂർ പൊന്നമ്മ ചേച്ചി. ശരി. ഇനി ചേട്ടൻ പണ്ട് ചെറുപ്പത്തിൽ പോയതിൽ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ചേട്ടൻ പോയി കണ്ട സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ട 5 സ്ഥലങ്ങൾ ഏതാണ്? ഞാൻ ഉള്ളത് പറയാമല്ലോ. പറയാം. പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ എനിക്ക് കൗതുകം വളർത്തിയിട്ടുള്ള, എപ്പോഴും കണ്ണിൽ മായാതെ നിൽക്കുന്ന ഒരു സ്ഥലം, അതെങ്ങനെ എനിക്ക് വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. അമേരിക്കയിലാണ് ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഞാൻ അനുശ്രീ, അബീക്ക, അനൂപ് ചന്ദ്ര, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവിടെ പോയത്. ഇപ്പോൾ അത് 100 നിലയുള്ള കെട്ടിടമൊക്കെ മൊത്തം അവിടെ എല്ലാം എന്താ പറയുക, വേറൊരു ലോകത്തിൽ ചെന്ന്. അത് എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ സിനിമയിൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ ചില ബന്ധങ്ങൾ പറഞ്ഞു. ചെന്നൈ നഗരം എനിക്ക് എൻ്റെ അളിയനെ പോലെയാണ്. എനിക്ക് എൻ്റെ ഒരു അളിയനാണ് ചെന്നൈ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലാതെ പോയ നല്ലൊരു കാമുകിയാണ്. നല്ല തണുപ്പും കുളിരും ഭംഗിയൊക്കെ ഉള്ള ഒരു നഗരം. ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ബോസ്. ഇനി ഭക്ഷണ സാധനങ്ങൾ വരുന്ന 5 സിനിമാ പേര്. ഇപ്പൊ തന്നെ ഇവിടെ പറയണല്ലോ, ചോക്ലേറ്റ്, മധുര നാരങ്ങ, ഇനിയുണ്ട്. പറഞ്ഞുതരാം. മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ നമുക്ക് പറക്കാം മുന്തിരി തോപ്പുകൾ. മുന്തിരി വള്ളിയും മുന്തിരിവള്ളി തേന്മാവും. മുന്തിരിവള്ളിയും തേന്മാവും. പിന്നെ 5 പിന്നെ ജിലേബി എന്ന് പറഞ്ഞ സിനിമ ഞാൻ മനസ്സിൽ കണ്ടുവച്ചു. അത് 6ാമത്തെ സിനിമ ജിലേബി. ഓക്കെ. അപ്പൊ സുരേഷ് എല്ലാ ആൻസറും പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സേതു അമ്മയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ചെറുപ്പത്തിൽ സേതു അമ്മ കളിച്ചിരുന്ന 5 കളികൾ? തിരുവാതിര, ഭരതനാട്യം. അതല്ല, അല്ലാതെ അമ്മയും കൊച്ചും കളിയോ, കഞ്ഞിയും കറിയോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചോറും കറിയും വെക്കുക, കണ്ണ് കെട്ടി കളിക്കുക, കളം വരച്ച അക്ക, എന്താ പറയാ, വട്ടുകളി. അതന്നെ. പിന്നെ കുളംകര, കുട്ടിയും കോലും. ഞങ്ങൾക്ക് വയലൊക്കെ ഉണ്ട് ഇവിടെ. വയലിൽ ഉണങ്ങുന്ന സമയത്ത് കുട്ടിയുണ്ട്. കൊച്ചിലെ ഉള്ള കാര്യ. അതെ, കുഞ്ഞിലെ. പിന്നെ അതെന്താ? ഗോലികളി. എല്ലാം കുട്ടികൾ കളിക്കുന്ന കളിയാണ്. അതാണ് വീട്. ഫുട്ബോൾ കളി നമ്മളിപ്പോ കണ്ടു. ഇനി അമ്മ ഉണ്ടാക്കിയിട്ടുള്ള 5 അച്ചാറുകൾ? മാങ്ങ അച്ചാറ്, ഇലിമ്പിക്ക അച്ചാറ്, നാരങ്ങ അച്ചാറ്, നെല്ലിക്ക, ഞങ്ങൾക്ക് മരമുണ്ട്, നെല്ലിക്ക അച്ചാറ്, പിന്നെ ഇഞ്ചി അച്ചാറ്. അതിൽ ഇഷ്ടപ്പെട്ടത് ഏതാ? എപ്പോഴും ഇഷ്ടം തോന്നുന്നു ഇഞ്ചി. ഇനി ചെറുപ്പത്തില് പാടി നടന്ന 5 പാട്ടുകൾ? ഒരു പാട്ട് എനിക്ക് എപ്പോഴും പാടി തരും. ഏതാ? മുക്കാബല പാട്ട്. അതൊക്കെ ഇപ്പോഴല്ലേ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള പാട്ട്. നിരയുടെ ണ്ടൊക്കെ ഞങ്ങൾ ഒരു കുട കീഴില്. അതിന്റെ ബാക്കിയല്ലല്ലോ ഇത്. പള്ളിയിൽ പോകാറുള്ള അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. 4ാമത്തെ
കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ. മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ. അത് ഭാര്യയിലുള്ള ലാസ്റ്റ് പാട്ട്. എന്തിനു പൊന്മണി വിളക്കുകൾ തറവാടിനു നിധി കുടുംബിനി. കുടുംബിനി. ഓക്കെ, അങ്ങനെ 5 പാട്ടുകളാണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ടത്. ഇനി മഞ്ജു വാര്യരുടെ ഇഷ്ടപ്പെട്ട 5 സിനിമകൾ ചേച്ചിക്ക്. ഓൾഡ് ആർ യു എന്നാണ് അഭിനയിച്ചതും ആയതുകൊണ്ട് ഹൗ ഓൾഡ് ആർ യു? ഓൾഡ് ആർ യു ഈ പുഴയും കടന്ന് സമറിൻ ബദ്ലഹേം കണ്ണെഴുതി പൊട്ടും തൊട്ട് കന്മദം. അപ്പോൾ അങ്ങനെ എല്ലാ വിശേഷങ്ങളും എല്ലാം ചോദ്യങ്ങളും കഴിഞ്ഞ് നമ്മളിങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. റെഡിയല്ലേ? അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു സമ്മാനം കൂടി ഞാൻ എടുത്തിട്ട് വരാം. അത് ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും കൂടി തരുന്നു. ഓക്കെ? അപ്പോൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥിയായിട്ട് വരാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ, ഏകദേശം 45 വർഷത്തോളം സ്റ്റേജിൽ പാട്ടുപാടി പരിചയമുള്ള, അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഗായികയാണ്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവർ വന്നതിന് ശേഷം ചോദിച്ചറിയാം. അപ്പോൾ സ്വാഗതം ചെയ്യാം അല്ലേ? നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്മജ. ചേച്ചി നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 45 വർഷം സംഗീതവുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെ നല്ല അനുഭവങ്ങൾ, ജീത്ത അനുഭവങ്ങൾ, സ്റ്റേജിലുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഏത് വയസ്സിലാണ് തുടങ്ങിയേ? ഒരു 7 വയസ്സ് അപ്പൊ തന്നെ തുടങ്ങി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 60 വയസ്സായി. 60 വയസ്സായി. അപ്പൊ നിങ്ങളെ പോലെ ഒരു ചെറിയ കുട്ടിയാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. മനസ്സുകൊണ്ട് എല്ലാം കൊച്ചു കുട്ടികളാണ്. മാസ്റ്റർ സുരേഷ്, ബേബി സേതു, ഇപ്പൊ നമുക്ക് ബേബി പത്മജയും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ 7 വയസ്സിൽ സംഗീതം പഠിച്ചപ്പോ ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചതാണോ, അതേ തനിച്ച് അമ്മ അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? 7 വയസ്സിൽ പഠിച്ചു തുടങ്ങി. വീട്ടിൽ വന്നാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3-4 സ്ഥലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ 7 വയസ്സ് തൊട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയതാണ്. ശരി. ഈ കലാഭവൻ പത്മജ എന്നൊരു പേരുണ്ടോ? കലാഭവൻ പത്മജിയാണ്. കുറെ വർഷം കലാഭവനിലാണ് പാടിയിരുന്നത്. അപ്പൊ ചേച്ചി വിദേശത്തും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി. അങ്ങനെയാണ് ഈ ജൂനിയർ ഉഷ ഉതുപ്പ് എന്നൊരു പേര് വന്നത് അല്ലേ? അങ്ങനെ ഞാൻ കേട്ടു. ആണോ? അതെങ്ങനെ അങ്ങനെ വിളിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ പേര് ആരാ ഇട്ടത്? ആ പേര് ചിലവര് ചില അടിച്ചുപൊളി പാട്ട് പാടുമ്പോ അങ്ങനെ ഒന്ന് വിളിക്കണതാണ്, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഉഷ ഉതുപ്പ് മാമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കൽക്കട്ടയിൽ കലാഭവന്റെ കൂടെ പ്രോഗ്രാമിന് പോയപ്പോ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, വേറെ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് അല്ലേ? ഒരു സിനിമയായിരുന്നു? ഒരു താരങ്ങൾ എന്ന് പറഞ്ഞൊരു പടം 2014 വീഴാൻ കിടക്കണ തെങ്ങുമ്മ ചാവാൻ കിടക്കണ വേലം കയറി, അത്രേ ഉള്ളൂ. ഒരു പുതിയ പടമായിരുന്നു. അതിന് വലിയ പബ്ലിസിറ്റി കിട്ടിയില്ല. പിന്നെ 1-2 ഡബിങ് പടത്തിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ കുറെ ആൽബംസ് ഒക്കെ ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത് പാടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഏത് പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു മെഡ്ലിയാണ്. 3-4 പാട്ടുകൾ കൂട്ടിയിണക്കി. ചേച്ചിക്ക് മനസ്സിന് സ്വന്തമായിട്ട് നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന ഏത് പാട്ട് പാടുമ്പോൾ? മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? എനിക്ക് ഹിന്ദി, മലയാളം, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.